ഹായ്, ഞാൻ ഷാഫി, ദ വാട്സപ്പ് എക്സ്പെർട്ട്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ബിസിനസ് കൺസൾട്ടൻ്റ്, ബിസിനസ് കൺസൾട്ടിങ് ഓൺടർപ്രണേഴ്സ് നേരിടുന്ന കുറേ പ്രശ്നങ്ങളും അവർക്ക് വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ചിട്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ബിസിനസ് കൺസൾട്ടൻ്റ് അഭിമുഖീകരിക്കുന്നത്, അതുപോലെ എന്തൊക്കെയാണ് അതിലെ സൊല്യൂഷൻസ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഒന്ന്, അവരെ സംബന്ധിച്ചോളം അവരുടെ ഒരു സർവീസ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ സർവീസാണ്. കാരണം അതിനെ നമുക്ക് തൊട്ടു നോക്കാനോ അല്ലെങ്കിൽ കാണാനോ ഒന്നും കഴിയില്ല. കൂടാതെ ലിമിറ്റഡ് ഡിഫറൻസിയേഷൻ, അതിനെ ഒരു ഡിഫറൻസിയേഷൻ വരുത്തല്ല, അല്ലെങ്കിൽ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ് കൺസൾട്ടൻറ്റുമാരിൽ നിന്ന് എന്താണ് ഇവിടെ ചേഞ്ച് വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അധികം കാര്യങ്ങളൊന്നും നമുക്കതിൽ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം എല്ലാവരും ചെയ്യുന്ന ഒരേ സംഭവം തന്നെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കുറച്ചുകൂടിയും റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ട്രസ്റ്റ് ഉണ്ടാക്കുക, ട്രസ്റ്റ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ട്രസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുപോലെ ലോങ് സെയിൽസ് സൈക്കിൾ. ഈ ഒരു ബിസിനസ് കൺസൾട്ടിങ്ങിനെ സംബന്ധിച്ച് ഇതിൻ്റെ സെയിൽസ് സൈക്കിൾ വളരെ കൂടുതലാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ അവരെടുത്തുകൊള്ളണമെന്നില്ല. അപ്പോൾ ഫോളോ അപ്പ് കുറേ തവണ നടത്തേണ്ടതായും കുറേ തവണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. പിന്നെ ആസ് യൂഷ്വൽ ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ്. ഒട്ടനവധി ബിസിനസ് കൺസൾട്ടൻറ്റുകളുണ്ട്. മാർക്കറ്റ് വളരെയധികം കോമ്പറ്റീഷൻ നിറഞ്ഞു തന്നെയാണ്. പിന്നെ ആരും ക്ലയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. എന്താണോ അവർക്ക് അറിയാത്തത് അതിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യണം. അത് ചെയ്യരുതൊരിക്കലും. നമ്മൾ മാക്സിമം അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് എന്താണ് അതിൻ്റെ കറക്റ്റ് വേ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കറക്റ്റ് ഒരു സംഭവം എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യാം. കൂടാതെ ക്ലയൻറ്റ് ഡിപ്പെൻഡൻസ് തന്നെയാണ്. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, ക്ലയൻറ്റ് തന്നെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്. പിന്നെ വരുന്നത് അഡാപ്റ്റിംഗ് ടു ടെക്നോളജി ചേഞ്ചസ്. എത്രയൊക്കെ ടെക്നോളജികൾ വന്നാലും ഈ ബിസിനസ് കൺസൾട്ടൻറ്റുമാർ അവരുടെ ബിസിനസ്സിൽ പുതിയ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജി വരുമ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ ക്ലയൻസിന് ഇവർ എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ എങ്ങനെ പുതിയ ടെക്നോളജികൾ നിങ്ങളുടെ ക്ലയൻസിന് അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ഇത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ള കാര്യങ്ങൾ, ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ അറ്റ്ലീസ്റ്റ് ചെറിയ ടെക്നോളജികൾ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിലെങ്കിലും നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാം. പിന്നെ നെറ്റ്വർക്കിംഗ് ആൻഡ് റിലേഷൻഷിപ്പിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. മാക്സിമം നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സിലും അതുപോലെ റിലേഷൻ ബിൽഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഇവൻറ്റ്സൊക്കെ അറ്റൻഡ് ചെയ്യാം. ഇതിന് പിന്നെ കോമൺ പ്രോബ്ലംസ് ആയിട്ട് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ റെസ്പോൺസിൽ വരുന്ന ഡിലേ, ഫോളോ അപ്പിൽ വരുന്ന ഡിലേ, ടെക്നോളജി കറക്റ്റ് സമയത്ത് കറക്റ്റ് പ്ലേസിൽ ഉപയോഗിക്കാത്ത കൊണ്ടുവരുന്ന ഡിലേ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ 1-2 ബിസിനസ് കൺസൾട്ടൻറ്റുമാരെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇവരൊക്കെ സെയിൽസിനെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും പിന്നെ അതുപോലെ ടെക്നോളജിനെ കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുന്നവരാണ് അവരെ പല വീഡിയോസിലും. പക്ഷെ ഒരു ലീഡ് ഞാനായിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് അവരെന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് 2-3 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ ഒരു ലീഡിനെ കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു എക്സാക്റ്റ് അല്ലെങ്കിൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ്, അങ്ങനെ കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള സമയമുണ്ട്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമ്മൾ കോണ്ടാക്ട് ചെയ്തില്ല എന്നെങ്കിൽ അവർ വേറെ ആളെ തേടി പോകും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പറയുമെങ്കിലും ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ബിസിനസ്സിൽ ചെയ്താൽ മതി. ഇതെല്ലാം കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതുപോലും ചെയ്യാൻ പലരും റെഡിയല്ല. എന്നിട്ടാണ് പിന്നെ ക്ലയൻസിനോട് എന്താണ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നടപ്പിൽ വരുത്തുക, പിന്നെ ക്ലയൻസിനെ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഏതൊക്കെ സൊല്യൂഷൻ, പല രൂപത്തിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം. അതിൽ ഏറ്റവും ഇന്ന് ആളുകൾ ഉപയോഗിക്കപ്പെടുന്ന വാട്സപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ച് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന എൻക്വയറീസ് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അവർ വാട്സപ്പിൽ ആക്റ്റീവാണ്, വാട്സപ്പ് ത്രൂ ആണ് അവരെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ഈ കാര്യങ്ങൾ മാക്സിമം വാട്സപ്പ് ത്രൂ തന്നെ ചെയ്യാം, ഓട്ടോമേറ്റ് ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാം. അതിന് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കുറേ ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ ചാറ്റ് ബോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് വിർച്വൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഒരു
അസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ 24 അവർ വർക്ക് ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കൂടാതെ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് കൂട്ടുക, നിങ്ങൾക്ക് മാക്സിമം കസ്റ്റമർ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രൂപത്തിൽ കണ്ടന്റുകൾ ചെയ്യാം. ലീഡ് ജനറേഷനിൽ നമ്മൾ ഓട്ടോമേഷൻ കൊണ്ടുവരിക. അവിടെ ഞാൻ പറഞ്ഞു ഇതൊരു കോമ്പറ്റീഷൻ, വളരെയധികം കോമ്പറ്റീഷനുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഓട്ടോമേറ്റ് ചെയ്താൽ നിങ്ങൾ വരുന്ന കസ്റ്റമേഴ്സിന് കറക്റ്റ് സമയത്ത് നിങ്ങൾ റിപ്ലൈ അല്ലെങ്കിൽ അതിനുള്ള മെറ്റീരിയൽസ് ഇൻഫർമേഷൻ കൊടുത്താലേ കാര്യമുള്ളൂ. പിന്നെ അപ്പോയിൻമെൻറ്റ് റിമൈൻഡേഴ്സ്, ഫീഡ്ബാക്ക് ആൻഡ് സർവേ, ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകൾ, ഇതൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ഫീഡ്ബാക്കുകളും സർവീസൊക്കെ കണ്ടക്ട് ചെയ്യാം. അല്ലെങ്കിൽ അതൊക്കെ അവരോട് ചോദിച്ച് അതൊക്കെ ഒരു റെഫറൻസ് രൂപത്തിൽ എല്ലാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂളിങ്, പിന്നെ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് നമ്മളെ ഒരു ആൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഡിലേ വരുത്താതെ നമുക്ക് ഇങ്ങനത്തെ സിസ്റ്റംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഓട്ടോമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് അതിനുള്ള റിപ്ലൈസ് കൊടുക്കാൻ പറ്റും. കാരണം മാൻ പവർ നമുക്ക് 24 അവർ അവൈലബിൾ ആയിരിക്കുക അല്ലെങ്കിൽ അവൈലബിലിറ്റി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ആ കാര്യങ്ങൾക്ക് അതിനുള്ള റിപ്ലൈസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് സിമ്പിളായിട്ട് അവർ കൊടുക്കാം. പിന്നെ CRM സിസ്റ്റംസും ഉപയോഗിക്കുക. അത് മാക്സിമം നമ്മൾ ഈ വാട്സപ്പ് ബിസിനസ് APIയുമായിട്ടൊക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക. കൂടാതെ ഞാൻ പറയുന്നത് തന്നെയാണ് എഡ്യൂക്കേഷണൽ ക്യാമ്പയിൻസ്, മാക്സിമം ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ സൊല്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ കണ്ടൻ്റായിട്ട് നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഈ ഓരോ മേഖലയുമായിട്ട് വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ എന്താ, അതനുസരിച്ചിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. പിന്നെ 2-way കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് ടെക്നോളജിക്കൽ സംഭവങ്ങൾ തന്നെ ചെയ്യണം. എന്നാൽ നിങ്ങളുടെ കുറേ സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും, നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്പീഡ് കൂട്ടാൻ പറ്റും. ആളുകൾ സ്വാഭാവികമായിട്ടും അവർക്ക് കറക്റ്റ് സമയത്ത് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അവരുമായിട്ടാണ് പിന്നെ ബിസിനസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വാട്സപ്പ് ബിസിനസ് API സിസ്റ്റംസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.